നമസ്കാരം. വാർത്തകളും വിശേഷങ്ങളുമായി സൗത്ത് വിഷൻ ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ സിനി ചന്ദ്ര. ഇന്നത്തെ പ്രധാന സംഭവവികാസങ്ങളിലേക്ക്. അഭയകേന്ദ്രത്തിലെ അന്തേവാസികളായ വയോധികരെ പീഡിപ്പിച്ചു. സംഭവത്തിൽ നടത്തിപ്പുകാരൻ പിടിയിൽ. തെന്മല പുനർജനി അഭയകേന്ദ്രത്തിലാണ് സംഭവം. അന്തേവാസികളെ പീഡിപ്പിച്ച അഭയകേന്ദ്രത്തിൽ സംഘർഷം. നടത്തിപ്പുകാരന്റെ ബന്ധുക്കളും നാട്ടുകാരുമായാണ് സംഘർഷം. അഭയകേന്ദ്രത്തിൽ എൽഡർലി കമ്മീഷൻ ചെയർമാന്റെ സന്ദർശനം. വയോജന കേന്ദ്രത്തിലെ പീഡനം ഗൗരവകരമാണെന്ന് മന്ത്രി ബിന്ദു കൃഷ്ണ. കുറ്റക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കും. ആരോഗ്യവകുപ്പിന്റെ അനാസ്ഥയിൽ കൈമുറിച്ചു മാറ്റേണ്ടി വന്ന പാലക്കാട് സ്വദേശിനി വിനോദിനിക്ക് ധനസഹായം മുടങ്ങിയത് കുടിശ്ശിക ഉൾപ്പെടെ നൽകുമെന്നും മന്ത്രി ബിന്ദു കൃഷ്ണ. ചിതറയിൽ 24-കാരിയെ പീഡിപ്പിക്കാൻ ശ്രമം. സംഭവത്തിൽ ഓട്ടോറിക്ഷ ഡ്രൈവർ അറസ്റ്റിൽ. ചിതറ ചല്ലിമുക്ക് വട്ടക്കരിക്കം സ്വദേശി നിസാറുദ്ദീനാണ് അറസ്റ്റിലായത്. വിശദമായ വാർത്തകളിലേക്ക്. അഭയകേന്ദ്രത്തിലെ അന്തേവാസികളായ വയോധികരെ പീഡിപ്പിച്ചു. സംഭവത്തിൽ നടത്തിപ്പുകാരൻ പിടിയിൽ. തെന്മല പുനർജനി അഭയകേന്ദ്രത്തിലാണ് സംഭവം. അഭയകേന്ദ്രം നടത്തിപ്പുകാരൻ ബ്രഹ്മദാസിനെ അറസ്റ്റ് ചെയ്തു. അഭയകേന്ദ്രത്തിലെ അന്തേവാസികളായ വയോധികമാരെ പീഡിപ്പിച്ച നടത്തിപ്പുകാരൻ അറസ്റ്റിൽ. തെന്മല വെള്ളിമല കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന അഭയകേന്ദ്ര നടത്തിപ്പുകാരനായ ബ്രഹ്മദാസൻ എന്ന 52-കാരനാണ് പിടിയിലായത്. ജീവിത സായാഹ്നത്തിൽ ആരോരുമില്ലാതെ ആലംബഹീനരായ വയോധികരോടാണ് ഇയാൾ മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിക്കുന്ന ക്രൂരത കാട്ടിയത്. ഇതിന്റെ നടത്തിപ്പുകാരനായ ഈ പുനർജനി എന്ന സ്ഥാപനത്തിന്റെ നടത്തിപ്പുകാരനായ ബ്രഹ്മദാസ് എന്ന വ്യക്തി അവരെ നിരന്തരമായി ലൈംഗികമായി അവരെ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. മദ്യം ഉൾപ്പെടെയുള്ളത് അവരെ വായിൽ ഒഴിച്ചു കൊടുത്തിട്ടാണ് അവരെ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഉടൻ തന്നെ നമ്മൾ തെമ്മൽ പോലീസിനെ അറിയിക്കുകയും അവർ സ്ഥലത്തെത്തുകയും ബാക്കിയുള്ള മൊഴികൾ എടുക്കുകയും ചെയ്തിട്ടുണ്ട്. കൂടാതെ തന്നെ ഇപ്പോൾ ഇതിൻ്റെ ജോലിക്ക് നിൽക്കുന്ന ഒരു ചേച്ചിയെ തന്നെ ഇതിൻ്റെ ബ്രഹ്മദാസ് എന്ന വ്യക്തി വളരെ ലൈംഗിക ചൂഷണത്തോടെ അവരെ കയറിപ്പിടിക്കുകയും അവരോട് മറ്റുള്ള വൃത്തികെട്ട രീതിയിൽ സംസാരിക്കുകയും ചെയ്തു. ഈ സ്ഥാപനം മുൻ MLA പുല്ലൂർ XMLA മധുവിൻ്റെ പേരിലുള്ളതാണ്. പുള്ളിയുടെ കയ്യിൽ നിന്നും ഈ ബ്രഹ്മദാസ് എന്ന വ്യക്തി വാടകയ്ക്കെടുത്തിട്ടാണ് ഈ സ്ഥാപനം മാസം 7500 രൂപ വാടകയ്ക്കാണ് ഈ സ്ഥാപനം നടത്തുന്നത്. ഏകദേശം 13ഓളം അഭയാർത്ഥികളുണ്ട്. വെള്ളിയാഴ്ച രാവിലെ ഇവിടുത്തെ അന്തേവാസികളായ 2 വയോധികർ ഇയാളുടെ അടുത്ു നിന്നും ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടെ നാട്ടുകാരോട് വിവരം പറയുകയായിരുന്നു. ഇതോടെയാണ് അഭയകേന്ദ്രത്തിലെ ക്രൂരതകൾ പുറം ലോകം അറിഞ്ഞത്. രാത്രി വെളിയിൽ നിന്ന് വേറെ വണ്ടികളൊക്കെ വരുന്നുണ്ടോ? രാത്രി അപ്പൊ തുണികളെല്ലാം കളഞ്ഞിട്ട് അങ്ങനെ കാണാനുള്ള കാര്യം എല്ലാ കാലത്ത് എന്നെ അടുക്കി കൂടെ ചെയ്ത് പിന്നെയാണ് സാറ് വിട്ടത്. മദ്യം വരെ എന്നെ കുടിപ്പിക്കാൻ നോക്കും. ഞാൻ മദ്യം കുടിക്കത്തില്ല. എനിക്ക് ആരും ഇല്ലാത്ത ഞാനാണ്. ഭാര്യ ഇവിടെ കൊണ്ടുവന്ന് 4 പെണ്ണുങ്ങളെയാണ് അടിച്ചു വന്നു. എൻ്റെ കൂട്ടത്തിൽ കൊണ്ടുവന്ന ഈ പെരിക്കകത്തിട്ട് അതോടെ ഞാൻ കണ്ടത്. പിന്നെ ഭാര്യ മരിച്ചത്. ഭാര്യ മരിച്ച പിന്നെ അങ്ങനെ മദ്യമാകുമ്പോൾ ഞങ്ങൾ അയാൾക്ക് പെണ്ണാട്ടിയിരിക്കണം. അതുകൊണ്ട് ഞാൻ കൈയ്യെടുത്ത് തുടർന്ന് പൊതുപ്രവർത്തകരും നാട്ടുകാരും ചേർന്ന് പോലീസിൽ വിവരമറിയിച്ചതോടെ പോലീസ് എത്തി ബ്രഹ്മദാസനെ കസ്റ്റഡിയിലെടുത്തു. ബലമായി ഇയാൾ മദ്യം വായിലൊഴിച്ച് നൽകുമായിരുന്നുവെന്നും വിസമ്മതിച്ചാൽ ക്രൂരമായി മർദ്ദിക്കുമായിരുന്നുവെന്നും അന്തേവാസികൾ പറയുന്നു. ഓർഫനേജ് കൺട്രോൾ ബോർഡിന്റെ നിർദ്ദേശങ്ങളെല്ലാം കാറ്റിൽ പറത്തി വൃത്തിഹീനമായ അന്തരീക്ഷത്തിൽ 13ഓളം അന്തേവാസികളെയാണ് ഇയാളിവിടെ പാർപ്പിച്ചിരുന്നത്. ഇതിൽ സ്ത്രീകളും പുരുഷന്മാരും ഉൾപ്പെടുന്നു. പുറമേ നിന്നെത്തുന്ന സന്ദർശകരെയോ അയൽവാസികളെയോ പോലും ഇതിനുള്ളിലേക്ക് കയറ്റാറില്ലെന്നും നാട്ടുകാരും പറയുന്നു. സമീപവാസികളായ 1-2 പേർ പേര് വെളിപ്പെടുത്താൻ പറ്റാത്തവർ നമ്മളോട് വളരെ ഭയത്തോടു കൂടി പ്രതികരിച്ചത് രാത്രി കാലങ്ങളിൽ നിരവധി വണ്ടികൾ വാഹനങ്ങൾ ഇവിടെ വന്നു പോകുന്നുണ്ട്, അനാശാസ്യ പ്രവർത്തികൾ നടക്കുന്നുണ്ട് എന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. അപ്പം 2 കാര്യങ്ങളാണ് ഇവിടെ വന്നപ്പോൾ നമുക്ക് ബോധ്യപ്പെട്ടത്. 12 പേരെ താമസിപ്പിക്കാൻ എടുത്തിരിക്കുന്ന ഒരു 650 സ്ക്വയർ ഫീറ്റ് പോലും ഇല്ലാത്ത
ഒരു ഇടുങ്ങിയ 2 മുറികളിലാണ് ഈ 10-12 പേരെ അവരുടെ പ്രാഥമിക ആവശ്യങ്ങൾ നിർവഹിക്കാൻ പോലും സൗകര്യമില്ലാത്ത രീതിയിൽ പാർപ്പിച്ചിരിക്കുന്നു. 2 ഓർഫനേജ് കൺട്രോൾ ബോർഡിൻ്റെ നിയമം അനുസരിച്ച് ഈ ആരായിരുന്നാലും സ്ത്രീകളെയും പുരുഷന്മാരെയും ഒരുമിച്ച് താമസിപ്പിക്കാനുള്ള താമസിപ്പിച്ചുകൂടാ. അതിൻ്റെ എല്ലാം നഗ്നമായ ലംഘനമാണ് ഇവിടെ നടന്നിരിക്കുന്നത്. അത് അടിയന്തരമായിട്ട് ആ പരിശോധന ഉണ്ടാകണം. ഇതിൻ്റെ ലൈസൻസ് ക്യാൻസൽ ചെയ്യണം. ഇവിടുത്തെ അന്തേവാസികളെ ഉത്തരവാദിത്തപ്പെട്ട അനാഥരാണ് അവർക്ക് പോകാൻ ഇടമില്ലാത്തവരാണ്. മറ്റ് ഗവൺമെൻറ്റിൻ്റെ അണ്ടറിലുള്ള ഏതെങ്കിലും സ്ഥാപനത്തിലോട്ട് മാറ്റുന്നതിനും നിയമ നടപടികൾ സ്വീകരിക്കുന്നതിനും അധികൃതർ തയ്യാറാകണം. തീർത്തും അവശരായ 70-72 വയസ്സുള്ള വയോധികമാരോടാണ് ബ്രഹ്മദാസൻ ഈ ക്രൂരത കാട്ടിയത്. അന്തേവാസികളോട് മനുഷ്യത്വരഹിതമായ പെരുമാറ്റമായിരുന്നു ഇയാൾ നടത്തിയതെന്നും സ്ത്രീകളുടെ കുളിമുറിയിലടക്കം ഇയാൾ CCTV ക്യാമറ വെച്ചിരുന്നതായും അന്തേവാസികൾ പറയുന്നു. എങ്ങനെ ഞാൻ കുളിക്കുന്നു അതുപോലെ അവൻ അത് വെച്ച് കണ്ടിട്ട് രാത്രി വന്ന് പറയും. മനസ്സിലായ ഇനി എനിക്ക് നുണ പറയാൻ പറ്റത്തില്ല. അത് കൊള്ള, ആ ശരീരം കൊള്ള. നിങ്ങളെ കല്യാണം കഴിച്ചിട്ട് നിങ്ങൾക്ക് മക്കളും ഉണ്ടായിട്ടില്ല, നിങ്ങൾ ഭർത്താവിലൂടെ ജീവിച്ചിട്ട് സത്യമാണ്. സാമ്പത്തിക ലാഭം മാത്രം ലക്ഷ്യമാക്കി ഇത്തരം നിരവധി അഭയകേന്ദ്രങ്ങളാണ് നാട്ടിൽ കൂണുപോലെ മുളച്ചു പൊന്തുന്നത്. 1-2 അന്തേവാസികളെ പാർപ്പിച്ച് സമൂഹ മാധ്യമങ്ങളിലടക്കം പരസ്യം ചെയ്തും ജനങ്ങളിൽ നിന്നും പണപ്പിരിവ് നടത്തിയുമൊക്കെ പ്രവർത്തിക്കുന്ന ഇത്തരം അനധികൃത അഭയകേന്ദ്രങ്ങൾക്കെതിരെ ശക്തമായ നടപടികൾ ഉണ്ടാകേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ്. പണം മോഷ്ടിച്ചുവെന്നാരോപിച്ച് 11 വയസ്സുകാരനെ പുനലൂരുള്ള മറ്റൊരു അഭയകേന്ദ്രത്തിൽ കെട്ടിത്തൂക്കി മർദ്ദിച്ച സംഭവത്തിന്റെ ഞെട്ടൽ മാറുന്നതിനിടെയാണ് മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിക്കുന്ന ക്രൂരകൃത്യം മറ്റൊരു അഭയകേന്ദ്രത്തിൽ അരങ്ങേറിയിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, പുനലൂർ. അന്തേവാസികളെ പീഡിപ്പിച്ച അഭയകേന്ദ്രത്തിൽ നടത്തിപ്പുകാരന്റെ ബന്ധുക്കളും നാട്ടുകാരുമായി സംഘർഷം. അഭയകേന്ദ്രത്തിൽ എൽഡർലി കമ്മീഷൻ ചെയർമാൻ സന്ദർശനം നടത്തി. ഈ സീൻ ഉണ്ടാക്കിയെടുക്കാനാട്ടോ ഞങ്ങൾ അടിച്ചത്. നിങ്ങൾ പറയുന്നത് നിങ്ങൾക്ക് ഇവിടെ അധികാരമില്ല. അത് വഴക്കുണ്ടാക്കാൻ നമ്മൾ വല്ല അടിച്ചു ബുദ്ധിപരമാണ്. അന്തേവാസികളായ വയോജനങ്ങളെ ക്രൂരമായി പീഡിപ്പിച്ച അഭയകേന്ദ്രത്തിൽ എൽഡർലി കമ്മീഷൻ ചെയർമാൻ കെ സോമപ്രസാദും അംഗം KNK നമ്പൂതിരിയും സന്ദർശനം നടത്തി. പുനലൂർ വെള്ളിമലയിൽ പ്രവർത്തിക്കുന്ന പുനർജനി അഭയകേന്ദ്രത്തിൽ വയോധികരെ ക്രൂരമായി പീഡിപ്പിക്കുന്ന വിവരം കഴിഞ്ഞ ദിവസമാണ് പുറത്തറിഞ്ഞത്. അന്തേവാസികളായ വയോധികമാരെ പീഡിപ്പിച്ച അഭയകേന്ദ്രം നടത്തിപ്പുകാരനായ ബ്രഹ്മദാസനെ കഴിഞ്ഞ ദിവസം തന്നെ പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു. ഈ സാഹചര്യത്തിലാണ് എൽഡർലി കമ്മീഷൻ ചെയർമാനും അംഗവും സന്ദർശനം നടത്തിയത്. ശനിയാഴ്ച രാവിലെ ചെയർമാൻ കെ സോമപ്രസാദും അംഗം KNK നമ്പൂതിരിയും അഭയകേന്ദ്രത്തിലെത്തി അന്തേവാസികളോടും ജീവനക്കാരോടും കാര്യങ്ങൾ ചോദിച്ചറിയുന്നതിനിടെ അറസ്റ്റിലായ ബ്രഹ്മദാസന്റെ ബന്ധുക്കൾ അവിടെ എത്തിയിരുന്നു. ഇവിടെ നിന്നും സാധനങ്ങൾ മാറ്റുന്നതിനായാണ് ഇവർ എത്തിയതെന്നും പറഞ്ഞ് ജനപ്രതിനിധികളും നാട്ടുകാരും ഇവരെ തടയുകയും വാക്കേറ്റമുണ്ടാവുകയും ചെയ്തു. പ്ലാൻ ചെയ്ത് വന്ന പോലീസ് മാധ്യമപ്രവർത്തകരോടും നാട്ടുകാരോടും ബ്രഹ്മദാസന്റെ ബന്ധുക്കൾ തട്ടിക്കയറി. തെന്മല പോലീസ് ഇടപെട്ടാണ് രംഗം ശാന്തമാക്കിയത്. ഇവിടെയുള്ള 13 അംഗങ്ങളെയും താൽക്കാലികമായി മറ്റ് കേന്ദ്രങ്ങളിലേക്ക് മാറ്റുമെന്ന് അധികൃതർ വ്യക്തമാക്കി. ഇവിടെ താമസിക്കുന്ന ആളുകളുടെ ഭക്ഷണവും മറ്റു കാര്യങ്ങളും ഒക്കെ തന്നെ ഒരു പ്രശ്നമായിട്ട് വരും. ഇപ്പം എന്തായാലും ഇവിടെ നമ്മുടെ പൊതുപ്രവർത്തകരും ഗ്രാമപഞ്ചായത്തിൻ്റെ ആളുകളും എല്ലാം ചേർന്ന് അവർക്ക് ഇപ്പോൾ ഭക്ഷണം കഴിക്കാനുള്ള ഏർപ്പാടുകളൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളതാണ് ഞങ്ങളിപ്പോൾ അന്വേഷിച്ചപ്പോൾ മനസ്സിലാവുന്നത്. അതുകൊണ്ട് തുടർന്ന് വരുന്ന 1-2 ദിവസങ്ങൾക്കകം ഇവിടെ താമസിക്കുന്ന അന്തേവാസികളെ അവരെ സുരക്ഷിതമായി പാർപ്പിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള നടപടികൾ ബന്ധപ്പെട്ട വകുപ്പിൽ നിന്ന് നടത്തേണ്ടതായിട്ട് വരും. അതിന് ഗവൺമെൻറ്റുമായി ബന്ധപ്പെടുന്നുണ്ട് ഞങ്ങൾ ഇതിന് ശേഷം. പിന്നെ കമ്മീഷൻ ഒരു
ജുഡീഷ്യൽ നേച്ചർ ഉള്ളതായതുകൊണ്ട് നമുക്ക് സ്വാഭാവികമായിട്ട് ഇത് നടത്തുന്ന ആളുകളും അതിന് ഉത്തരവാദിത്തപ്പെട്ട ആളുകൾക്കും പറയാനും കൂടി ഉള്ളത് എന്താണെന്ന് കേൾക്കാതെ കമ്മീഷന്റെ അഭിപ്രായം പറയുന്നത് നിയമപരമായി ശരിയല്ല, ധാർമ്മികമായിട്ടും ശരിയല്ല. അതുകൊണ്ട് ഞങ്ങൾ ഈ കാര്യങ്ങളിലൂടെ വന്ന് കണ്ട് ഇതെല്ലാം നേരിട്ട് കണ്ട് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത്. DCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് SC സഞ്ജയ് ഖാൻ, തെന്മല ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എബി ഷിനു, പഞ്ചായത്ത് അംഗം M മുബീന തുടങ്ങിയവരും സ്ഥലത്തെത്തിയിരുന്നു. ന്യൂസ് ബ്യൂറോ, പുനലൂർ. ആരോഗ്യവകുപ്പിന്റെ അനാസ്ഥയിൽ കൈമുറിച്ചു മാറ്റേണ്ടി വന്ന പാലക്കാട് സ്വദേശിനി വിനോദിനിക്ക് ധനസഹായം മുടങ്ങിയത് കുടിശ്ശിക ഉൾപ്പെടെ നൽകുമെന്ന് മന്ത്രി ബിന്ദു കൃഷ്ണ. തിങ്കളാഴ്ച തന്നെ കുടിശ്ശിക നൽകാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വയോജന കേന്ദ്രത്തിലെ പീഡനം ഗൗരവകരമാണെന്നും കുറ്റക്കാർക്കെതിരെ കർശന നടപടി ഉണ്ടാകുമെന്നും മന്ത്രി കൊല്ലത്ത് പറഞ്ഞു. മുഖ്യമന്ത്രിയുടെ നിർദ്ദേശത്തെ തുടർന്ന് വനിതാ വികസന വകുപ്പ് സെക്രട്ടറിയോടും ഡയറക്ടറോടും ഇടപെട്ട് തിങ്കളാഴ്ച തന്നെ കുടിശ്ശിക നൽകാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്ന് മന്ത്രി ബിന്ദു കൃഷ്ണ പറഞ്ഞു. ഏതുവിധേനയും ധനസഹായം കുടിശ്ശിക ഉൾപ്പെടെ കൊടുക്കുമെന്നും പരിമിതികളെ മറികടന്ന് ധനസഹായം നൽകുമെന്നും മന്ത്രി കൊല്ലത്ത് പറഞ്ഞു. വനിതാ ശിശു വികസന വകുപ്പ് കുട്ടിക്ക് കൊടുത്തുകൊണ്ടിരുന്ന ധനസഹായം കുടിശ്ശികയായിട്ടുണ്ട് എന്ന വിവരം അപ്പോൾ തന്നെ മുഖ്യമന്ത്രിയുടെ നിർദ്ദേശത്തെ തുടർന്ന് വനിതാ വികസന വകുപ്പ് സെക്രട്ടറിയോടും ഡയറക്ടറോടും ഇടപെട്ട് തിങ്കളാഴ്ച തന്നെ ആ കുടിശ്ശിക തീർത്ത് കൊടുക്കുവാനും ഇനിയുള്ള മാസങ്ങൾ കൃത്യമായ തുക കൊടുക്കുവാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അങ്ങനെയാ പറഞ്ഞു. പക്ഷെ ഏത് വിധേനയും അത് കൊടുത്തേ മതി. സർക്കാരിന്റെ തീരുമാനമാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം ഇത്തരം കാര്യങ്ങൾ ധനസഹായം നൽകുന്നതിന് പരിമിതികൾ, സർക്കാരിന്റെ സാമ്പത്തിക സ്ഥിതിയുമായി ബന്ധപ്പെട്ട പരിമിതികളും ധവളവത്വത്തിൽ നമ്മൾ മനസ്സിലായതാണ്. പക്ഷെ എങ്കിലും ഇതുപോലുള്ള കേസുകളിൽ അടിയന്തരമായി അത്തരം പരിമിതികളെ മറികടക്കുവാനുള്ള തീരുമാനമാണ് സർക്കാരിനുള്ളത്. വയോജന കേന്ദ്രത്തിലെ പീഡനം ഗൗരവകരമാണെന്നും വയോജന കേന്ദ്രങ്ങളിൽ കഴിയുന്ന സ്ത്രീകളുടെ സുരക്ഷിതത്വം ഉറപ്പാക്കുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. തീർച്ചയായും സമഗ്രമായ അന്വേഷണം നടത്താൻ വാർത്ത അറിഞ്ഞവരും തന്നെ നിർദ്ദേശിച്ചു. അത് അവിടെ മാത്രമല്ല, ഈ ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്യപ്പെടുന്നതിന്റെ പശ്ചാത്തലത്തില് ഇതുപോലുള്ള സമാന സ്ഥാപനങ്ങളിൽ എന്തൊക്കെ നടക്കുന്നു എന്ന കാര്യത്തിൽ നമുക്ക് ആശങ്കയുണ്ട്. സാമൂഹ്യനീതി വകുപ്പ് അതുപോലെ ഓർഫനേജ് കൺട്രോൾ ബോർഡ് ഒക്കെയായി ചേർന്നുകൊണ്ട് ഒരു പരിശോധന നടത്തി കൃത്യമായ ഇടവേളയിൽ പരിശോധനയിൽ ഈ കേസിൽ തന്നെ അന്തേവാസികൾക്ക് പറയാൻ അവസരം കിട്ടിയത് ആ വാതിൽ തുറന്നിട്ടുകൊണ്ട് പുറത്തേക്ക് വന്ന് നാട്ടുകാരെ കണ്ടതുകൊണ്ട്, അല്ലെങ്കിൽ ഈ വിവരം ഇപ്പോഴും പുറത്ത് അറിയില്ലായിരുന്നു. ഇത്തരത്തിലുള്ള പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾ കുറ്റമറ്റ രീതിയിലാണ് പ്രവർത്തിക്കുന്നതെന്ന് സർക്കാർ ഉറപ്പുവരുത്തും. കുറ്റക്കാർക്കെതിരെ കർശന നടപടിയുണ്ടാകും. നെടുമങ്ങാട് സംഭവത്തിൽ കർശന നടപടി സ്വീകരിച്ചിട്ടുണ്ട്. കുറ്റക്കാരനായ ഉദ്യോഗസ്ഥനെ പുറത്താക്കാൻ നിർദ്ദേശം നൽകിയതായും മന്ത്രി അറിയിച്ചു. മലയാളികളുടെ മനസ്സിൽ അല്ലെങ്കിൽ നമ്മുടെ കണ്ണിൽ ഒരിറ്റ് കണ്ണുനീരായി മാറിയ 1.5 വയസ്സുകാരന്റെ മരണം നമ്മളെല്ലാവരുടെയും നെഞ്ചുലച്ചതാണെന്ന് അറിയാലോ. അതിൽ ഇന്നലെ ഒരു വാർത്ത പുറത്തു വന്നിരുന്നു, കേരളത്തിലെ മാധ്യമങ്ങൾ പുറത്തുവിട്ടത്. അതിന് ചൈൽഡ് ഹെൽപ്പ് ലൈനിൽ കുട്ടിയുടെ അമ്മൂമ്മ വിളിച്ച് വിവരം കൈയൊടിഞ്ഞ സമയത്ത് തന്നെ പറഞ്ഞു. പക്ഷെ ടെലിഫോൺ എടുത്ത ആൾ വേണ്ട വിധം ജാഗ്രതയോടുകൂടി അത് പ്രവർത്തിച്ചില്ല. ശിശുക്ഷേമ സമിതിയും അതുപോലെ ചൈൽഡ് ഹെൽപ്പ് ലൈൻ അടക്കമുള്ള ശിശുക്കളുമായി ബന്ധപ്പെട്ട എല്ലാ സ്ഥാപനങ്ങളും ശിശു സൗഹൃദമായിരിക്കണം എന്നുള്ളതാണ് സർക്കാരിന്റെ നിലപാട്. അത് ഉറപ്പുവരുത്താനുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കൃത്യവിലോപം വരുത്തിയ ആ ഉദ്യോഗസ്ഥനെ ടെർമിനേറ്റ് ചെയ്യാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അങ്ങനെ കുറ്റമറ്റ രീതിയിൽ ശിശുക്ഷേമ സമിതിയും അതുപോലെ ശിശു ഹെൽപ്പ് ലൈൻ സഹായ ഹെൽപ്പ് ലൈനുകളെല്ലാം പ്രവർത്തിക്കണം എന്നുള്ളത് അതും സർക്കാർ ഉറപ്പുവരുത്തും. ന്യൂസ് ബ്യൂറോ, കൊല്ലം. കൊല്ലം ബൈപ്പാസിൽ വാഹനാപകടം. 3 പേർക്ക് ഗുരുതരമായി പരിക്കേറ്റു. കുരിപ്പുഴ പാലത്തിന് സമീപം കാറും സ്കൂട്ടറും കൂട്ടിയിടിച്ചായിരുന്നു അപകടം. അപകടത്തിൽപ്പെട്ട 3 പേരുടെ നില ഗുരുതരമാണ്. ഇവരെ കൊല്ലത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കാറിന്റെ മുൻഭാഗം പൂർണ്ണമായും തകർന്നു. എയർ ബാഗ് ഉൾപ്പെടെ പൊട്ടി. ഒരേ ദിശയിൽ വന്ന വാഹനങ്ങളാണ് അപകടത്തിൽപ്പെട്ടത്. ബൈക്ക് പെട്ടെന്ന് തിരിച്ചപ്പോൾ പിന്നാലെ വന്ന കാർ ബൈക്കിൽ ഇടിക്കുകയായിരുന്നു. അഞ്ചാലുമൂട് പോലീസ് എത്തി റിക്കവറി വാഹനം എത്തിച്ച് അപകടത്തിൽപ്പെട്ട വാഹനങ്ങൾ മാറ്റി. അഗ്നിരക്ഷാസേന സംഭവസ്ഥലം ശുചീകരിച്ചു. ന്യൂസ് ബ്യൂറോ, കൊല്ലം. അമ്മയ്ക്കും മരുമകൾക്കും നേരെ അയൽവാസിയുടെ മർദ്ദനം. മൺവെട്ടിയും ഹെൽമറ്റും കൊണ്ടാണ് ആക്രമിച്ചത്. വഴിയെ ചൊല്ലിയുള്ള തർക്കമാണ് മർദ്ദനത്തിൽ കലാശിച്ചത്. സംഭവത്തിൽ പോലീസ് കേസെടുത്തു. വഴിത്തർക്കത്തിന്റെ പേരിൽ അയൽവാസികളായ സ്ത്രീകളെ ക്രൂരമായി മർദ്ദിച്ചു. പുതുപ്പള്ളി ഗോവിന്ദമുട്ടത്താണ് സംഭവം. അമ്മയ്ക്കും മരുമകൾക്കും നേരെയാണ് അയൽവാസിയായ തമ്പിയും മകനും മൺവെട്ടിയും ഹെൽമറ്റും ഉപയോഗിച്ച് ആക്രമണം നടത്തിയത്. സലീല, ജലജ എന്നിവർക്കാണ് ആക്രമണത്തിൽ പരിക്കേറ്റത്. അതിർത്തിയെ ചൊല്ലിയുണ്ടായ തർക്കമാണ് വലിയ ആക്രമണത്തിൽ കലാശിച്ചത്.
കയ്യിലിരുന്ന മൺവെട്ടിയും ഹെൽമറ്റും ഉപയോഗിച്ച് സ്ത്രീകളെ തലങ്ങും വിലങ്ങും മർദ്ദിക്കുകയായിരുന്നു. തടയാൻ ശ്രമിച്ച അമ്മയെയും മരുമകളെയുമാണ് മർദ്ദിച്ചത്. ഈ വഴി വൃത്തിയാക്കിയപ്പോഴത്തേന് ഇവൻ ആ JCB-കാരൻ തിരിച്ചു വിളിച്ച് ഈ മെറ്റിൽ തിരിച്ചു പോരാൻ വേണ്ടിയാണ്. അങ്ങനെ JCB-കാരും വന്നില്ല. 2 ആൾക്കാരെയും കൊണ്ട് വന്ന് പോരാൻ. ഓടി വന്ന് കോരിയപ്പോൾ അക്ക എന്ന് അവരുടെ അടുത്ത് പറഞ്ഞ് നിങ്ങൾ പോരരുത്, ഞങ്ങളുടെ വീട്ടിലുള്ള വഴിയാണ് ഞങ്ങൾ വൃത്തിയാക്കിയത്, നിങ്ങൾ ഇത് പോരരുത്. അപ്പോഴത്തേന് മോള് വന്ന് മരുമോൾ സലീലയുടെ മരുമോൾ വന്നിട്ട് ഈ വസ്തു മേടിച്ചാണ്ട മരുമോള് വന്ന് റോഡിൽ വന്ന് സ്കൂട്ടറിൽ വന്ന് അവിടോട്ട് ഇറങ്ങിയതാണ്. ഇറങ്ങിയപ്പോഴത്തേന് ഇവൾ ഓടിച്ചെന്ന് പത്തലെടുത്ത് കുഞ്ഞിനെ അടിച്ചപ്പോഴത്തേന് മോള് നിലത്ത് വീണു. ഹെൽമെറ്റ് എടുത്ത് അടിച്ച് കൊച്ചിൻ്റെ തലയ്ക്ക് ഒരുപാട് അടിച്ചു. എൻ്റെ മോളെ ഒരുപാട് ഉപദ്രവിച്ച്. ഞാൻ മോളെ അമ്മയാണ്. ഒരുപാട് ഉപദ്രവിച്ചപ്പോൾ ഞാൻ ചെന്ന് മോളെ കെട്ടിപ്പിടിച്ചപ്പോഴത്തെ അക്ക എൻ്റെ മോളെ അടിച്ചെന്ന് ചോദിച്ചു. അക്ക ഓടിയപ്പോഴത്തേന് ഇവൻ്റെ മോനും കൂടെ മമ്മട്ടി എടുത്ത്, തമ്പിയും തമ്പിയുടെ മോനും കൂടെ മമ്മട്ടി എടുത്ത് അക്കയുടെ തലക്കടിച്ചു. അക്കയുടെ തലക്കടിച്ചപ്പോഴത്തേന് അക്കയും വീണപ്പോഴത്തേന് അവൾ ഹെൽമെറ്റ് എടുത്ത് അവിടെ നെറ്റിക്ക് അടിച്ച് പൊട്ടിച്ചു. എന്നിട്ടാണ് ഞങ്ങളെ കണ്ട് മുമ്പേ ഓടി ആശുപത്രി വന്നത്. അതാണ് ഇത്രയും നേരം അവിടെ നടന്നത്. ജലജ വാങ്ങിയ 1.5 സെന്റ് സ്ഥലത്തേക്കുള്ള വഴി ഉപയോഗിക്കുവാൻ തമ്പിയും കുടുംബവും അനുവദിച്ചിരുന്നില്ല. വഴി വൃത്തിയാക്കി മെറ്റലിറക്കിയതാണ് പെട്ടെന്നുള്ള അക്രമത്തിന് കാരണം. സ്ത്രീകളാണെന്ന പരിഗണന പോലും നൽകാതെയായിരുന്നു ക്രൂരതയെന്ന് നാട്ടുകാർ പറയുന്നു. സലീലയാണ് തമ്പിയുടെ അതിന് 1.5 സെന്റ് സ്ഥലം 4.5 ലക്ഷം രൂപ കൊടുത്ത് മേടിച്ച് പ്രമാണം എഴുതി കൊടുത്തത് മുൻപ്രമാണവും കരമൊടുക്കിയ രസീതും എല്ലാം അവരുടെ കയ്യിലുണ്ട്. പക്ഷെ അവരിത് മേടിച്ചതിന് ശേഷം ഇതുവരെയൊക്കെ ആ വഴിയെ നടക്കാൻ അവൻ സമ്മതിച്ചിട്ടില്ല. അവരെ സ്വന്തം കാശ് ചിലവാക്കിയിട്ടാണ് അവരിനകത്തുനിന്ന് മരങ്ങളെല്ലാം മുറിച്ച് മാറ്റിയതും ആ മുറിച്ച മരങ്ങളെല്ലാം അവരെടുത്തു. പക്ഷെ ഒരു തരത്തിലും ഞങ്ങൾ അതിനകത്തോട്ട് കയറാനോ. 2 കുഞ്ഞു കൊച്ചുങ്ങളുണ്ട്, 3 വയസ്സ് 6 വയസ്സുള്ള. ആ പൊടി മക്കളെയൊക്കെ കണ്ട് ഭയങ്കര തെറിവിളിയാണ് സാറേ. ഒരു തരത്തിൽ ജീവിക്കാൻ വയ്യ. നമ്മൾ അതിൽ കയറാതിരിക്കാൻ കുപ്പിമുറി ഒടിച്ചിടുക, പിന്നെ ചവറ് വാരിയിടുക, മീൻവെള്ളം എടുത്തൊഴിക്കുക, ഇരുട്ടി വെളുക്ക നടന്ന് ചീത്ത വിളിക്കുക. ഒരു സ്വസ്ഥതയും കൊടുക്കുന്നില്ല. അവർക്ക് ജീവിക്കാൻ പറ്റുന്നില്ല അവിടെ. പരിക്കേറ്റവരെ ഉടൻ തന്നെ കായംകുളം താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സംഭവത്തിൽ മൊഴി രേഖപ്പെടുത്തി പോലീസ് കേസെടുത്തു. ന്യൂസ് ബ്യൂറോ, കായംകുളം. തെരുവ് നായ്കൾ മുട്ടക്കോഴികളെ കടിച്ചുകൊന്നു. പന്മന പോയൂക്കരയിലാണ് സംഭവം. 17 കോഴികളെയാണ് നായകൾ കടിച്ചുകൊന്നത്. മുട്ടക്കോഴികളെ തെരുവ് നായ്ക്കൾ കടിച്ചുകൊന്നു. പന്മന പോരൂക്കര അരുൺ നിവാസിൽ രാജേന്ദ്രന്റെ വീട്ടിലെ കോഴികളെയാണ് നായ്ക്കൾ കടിച്ചുകൊന്നത്. 19 കോഴികളിൽ 17 എണ്ണത്തിനെയും നായ്ക്കൾ കടിച്ചുകൊന്നു. വീടിന്റെ മതിൽ ചാടിക്കയറിയെത്തിയ നായ്ക്കളാണ് കോഴിക്കൂട് തകർത്ത് കോഴികളെ കൊന്നത്. ഇന്ന് രാവിലെ കോഴിക്കൂട് തുറക്കാൻ ചെല്ലുമ്പോഴാണ് കണ്ടത്. 19ഓളം കോഴി ഉണ്ടായിരുന്നു. എല്ലാം മുട്ടക്കോഴികളായിരുന്നു, മുട്ടയിടുന്നതായിരുന്നു. ഇപ്പോൾ രാത്രി സൗണ്ടൊന്നും കേട്ടില്ല, മഴ ഉണ്ടായിട്ട് സൗണ്ടൊന്നും കേട്ടൊന്നുമില്ല. പിന്നെ മതിലുണ്ട്, പട്ടി ചാടിക്കേറിയാണ് കടിച്ചു കയറിയത്. ആ കൂടിൻ്റെ സൈഡിലുള്ള തകര ഷീറ്റ് കടിച്ചു കയറിയിട്ടാണ് കൊന്നിരിക്കുന്നത്. അതുകൊണ്ട് ദിവസം മുട്ടയിടുന്ന കോഴികളായിരുന്നു, എല്ലാ മുട്ടക്കോഴികൾ തന്നെയായിരുന്നു. ഇനിയിപ്പോൾ 2 എണ്ണമേ ഉള്ളൂ ബാക്കി. പട്ടിശല്യം ഇവിടെ രൂക്ഷമാണ്. ഇവിടെ അപ്പുറത്തെ വേസ്റ്റ് എല്ലാം കൊണ്ടിടുന്നതുകൊണ്ട് ഈ ടൈറ്റേനിയം അയ്യത്തൊക്കെ രൂക്ഷമായിട്ടുണ്ട് പട്ടിശല്യം. ഇവിടെ എല്ലാം ഉണ്ട്. ഇവിടെ ഈ മതിൽ ചാടി കയറുന്നുണ്ട്, ശരിക്കും പട്ടികൾ ചാടി കയറുന്നുണ്ട്. മുട്ടയിടുന്ന കോഴികളായിരുന്നു മുഴുവനും. ഏറെ സുരക്ഷിതമായ കൂടൊരുക്കിയാണ് കോഴികളെ വളർത്തിയിരുന്നത്. പ്രദേശത്ത് തെരുവുനായ ശല്യം രൂക്ഷമാണ്. ന്യൂസ് ബ്യൂറോ, ചവറ. ചിതറയിൽ 24-കാരിയെ വീടിനുള്ളിൽ കയറി പീഡിപ്പിക്കാൻ ശ്രമം. സംഭവത്തിൽ ഓട്ടോറിക്ഷ ഡ്രൈവർ അറസ്റ്റിൽ. ചിതറ ചല്ലിമുക്ക് വട്ടക്കരിക്കം സ്വദേശി നിസാറുദ്ദീനാണ് അറസ്റ്റിലായത്. 2020 മറ്റൊരു പീഡന കേസിൽ ഇയാൾ അറസ്റ്റിലായിരുന്നു. യുവതിയെ വീട്ടിൽ കയറി പീഡിപ്പിക്കാൻ ശ്രമിച്ച കേസിലാണ് ഓട്ടോറിക്ഷ ഡ്രൈവറെ അറസ്റ്റ് ചെയ്തത്. ചിതറ ചല്ലിമുക്ക് വട്ടക്കരിക്കം അൻവർ മൻസിലിൽ 61-കാരനായ നിസാറുദ്ദീനാണ് പിടിയിലായത്. 2020 മറ്റൊരു പീഡന കേസിൽ ഇയാൾ അറസ്റ്റിലായിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം നിസാറുദ്ദീന്റെ ഓട്ടോയിൽ യുവതി പാചകവാതക സിലിണ്ടർ കൊണ്ടുവന്നിരുന്നു. സിലിണ്ടർ വീടിനകത്തേക്ക് കയറ്റിവെച്ച സമയം ഇവരെ കടന്നുപിടിച്ച് പീഡിപ്പിക്കാൻ ശ്രമിക്കുകയായിരുന്നു. യുവതി ബഹളം വെച്ചതോടെ നാട്ടുകാർ ഓടിക്കൂടി. ഈ സമയം ഇയാൾ രക്ഷപ്പെട്ടു. തുടർന്ന് യുവതി ചിതറ പോലീസിൽ പരാതി നൽകി. യുവതിയുടെ മൊഴി രേഖപ്പെടുത്തിയ പോലീസ് ഇയാളെ അറസ്റ്റ് ചെയ്തു. ന്യൂസ് ബ്യൂറോ, കൊല്ലം. ഉയരത്തിൽ നിന്നും മണ്ണിടിഞ്ഞ് റോഡിലേക്ക് വീണു. കുളപ്പാടം കണ്ണനല്ലൂർ ആയൂർ റോഡിൽ പള്ളിമൺ മജിസ്ട്രേറ്റ് മുക്കിലാണ് മണ്ണിടിഞ്ഞത്. പ്രധാന റോഡിൽ നിന്നും 22 അടിയിലേറെ ഉയരത്തിലുള്ള പുരയിടത്തിൽ നിന്നാണ് റോഡിലേക്ക് മണ്ണിടിഞ്ഞു വീണത്. കണ്ണനല്ലൂർ ആയൂർ റോഡിൽ പള്ളിമൺ മജിസ്ട്രേറ്റ് മുക്കിലാണ് മണ്ണിടിഞ്ഞത്. പ്രധാന പാതയിൽ നിന്ന് 22 അടിയിലേറെ ഉയരത്തിലുള്ള കുന്നത്തുവിള വീട്ടിൽ രഞ്ജിത്തിന്റെ വീടിന്റെ പിന്നിലെ പുരയിടത്തിൽ നിന്നാണ് റോഡിലേക്ക് മണ്ണിടിഞ്ഞത്. വീടിനും ബാത്റൂമിനും ഇടയിലുള്ള 150 മീറ്ററോളം ഭാഗത്തു നിന്നുമാണ് മണ്ണിടിഞ്ഞ് റോഡിലേക്ക് വീണത്. നിരവധി വാഹനങ്ങൾ കടന്നു പോകുന്ന റോഡിലേക്കാണ് മണ്ണിടിഞ്ഞത്. ഈ സമയത്ത് വാഹനങ്ങളും കാൽനടയാത്രികരും ഇല്ലാതിരുന്നതിനാൽ അപകടം ഒഴിവായി. പഞ്ചായത്ത് അംഗം പൊതുമരാമത്ത് അധികൃതരെ വിവരമറിയിച്ചെങ്കിലും യാതൊരുവിധ നടപടികളും ഉണ്ടായിട്ടില്ല. 20 അടി ഹൈറ്റോളം ഉണ്ട്. PWD
ഉദ്യോഗസ്ഥരെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. ഈ മണ്ണിടിഞ്ഞ് വീണത് മഴക്കെടുതിയിലൂടെയാണ്. ഈ മഴക്കെടുതിയിൽ പലപ്പോഴും ഇവിടെ മണ്ണിടിച്ചിലുണ്ടായിട്ടുണ്ട്. ആ മരങ്ങൾ മുറിച്ച് മാറ്റിയതിൻ്റെ ഭാഗമായിട്ട് കുറേ മണ്ണുകൾ മുൻകാലങ്ങളിലും ഇടിഞ്ഞു വീണ് തകർന്നിട്ടുള്ളതാണ്. ഇവിടെ ഒരു സംരക്ഷണ ഭിത്തി ആവശ്യമാണ്. 100 മീറ്ററോളം നീളത്തിലാണ് ഈ ഭൂമി ഉള്ളത്. ബഹുമാനപ്പെട്ട സംഘം വേണ്ട നടപടികൾ സ്വീകരിക്കേണ്ടതാണ്. ഇപ്പോൾ തന്നെ റോഡ് ഗതാഗതം താറുമാറായി കിടക്കുകയാണ്. ബഹുമാനപ്പെട്ട സംഘം വേണ്ട നടപടി സ്വീകരിക്കണമെന്ന് വിനീത അഭ്യർത്ഥിക്കുന്നു. PWD ഉദ്യോഗസ്ഥർ ഇന്ന് രാത്രിയോടുകൂടി തന്നെ നടപടി സ്വീകരിക്കുമെന്ന് വാക്ക് തന്നിട്ടുണ്ട്. നടപടി ഉണ്ടായില്ലെങ്കിൽ ഇനി പെയ്യുന്ന മഴയിൽ കൂടുതൽ ഭൂമി ഇടിഞ്ഞു വീഴാൻ സാധ്യതയുള്ളതായി കാണുന്നു. വേണ്ട നടപടി സ്വീകരിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. വീടിനോട് ചേർന്ന് വീണ്ടും മണ്ണിടിയാനുള്ള സാധ്യത ഏറെയാണെന്ന് ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. ന്യൂസ് ബ്യൂറോ, കുണ്ടറ. ക്ഷേത്രത്തിൽ മോഷണം, മോഷ്ടാവ് പിടിയിൽ. നെടുമ്പന വേപ്പിൻമുക്ക് സ്വദേശി രതീഷാണ് പിടിയിലായത്. പുലിയില വേങ്ങനാട് ദുർഗാദേവി ക്ഷേത്രത്തിലെ മോഷണ കേസിലാണ് ഇയാൾ അറസ്റ്റിലായത്. ക്ഷേത്രത്തിൽ മോഷണം നടത്തിയ കേസിൽ നെടുമ്പന വേപ്പിൻമുക്ക് തടത്തിൽ പുത്തൻ വീട്ടിൽ രതീഷാണ് കണ്ണനല്ലൂർ പോലീസിന്റെ പിടിയിലായത്. പുലിയില വേങ്ങനാട് ദുർഗാദേവി ക്ഷേത്രത്തിൽ 10-നായിരുന്നു മോഷണം നടന്നത്. ക്ഷേത്രത്തിൽ നിന്നും ഓട്ടുരുളി, ഓട്ടുവിളക്കുകൾ എന്നിവയാണ് ഇയാൾ അപഹരിച്ചത്. ക്ഷേത്രം ഭാരവാഹികൾ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലായിരുന്നു അന്വേഷണം. ക്ഷേത്രത്തിലെ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് പ്രതിയെ പിടികൂടിയത്. കുണ്ടറയിലും കണ്ണനല്ലൂരിലും നേരത്തെയും സമാനമായ കേസുകൾ ഇയാളുടെ പേരിലുണ്ട്. കണ്ണനല്ലൂരിലെ ആളൊഴിഞ്ഞ കെട്ടിടത്തിൽ നിന്നുമാണ് ഇയാളെ പിടികൂടിയത്. SI ആശ, ASI രതീഷ് കുമാർ, CPO സിജോ, പ്രജീഷ്, പ്രമോദ് എന്നിവരടങ്ങിയ സംഘമാണ് ഇയാളെ പിടികൂടിയത്. ന്യൂസ് ബ്യൂറോ, കുണ്ടറ. യുവകലാസാഹിതി കൊല്ലം ജില്ലാ കമ്മിറ്റിയുടെ മണലിൽ G നാരായണപിള്ള പുരസ്കാരം CPI നേതാവ് K പ്രകാശ് ബാബുവിന് സമ്മാനിച്ചു. കോൺഗ്രസ് നേതാവ് VM സുധീരനാണ് പുരസ്കാരം സമ്മാനിച്ചത്. ആരോഗ്യവും ബുദ്ധിശക്തിയും പ്രവർത്തനക്ഷമമാണെങ്കിൽ ഭാവനാസമ്പന്നരായ മാതൃകാ ജനപ്രതിനിധികളെ പാർലമെന്ററി രംഗത്ത് പ്രവർത്തിക്കാൻ അനുവദിക്കണമെന്നും അതിന് പരിധി വെക്കരുതെന്നും VM സുധീരൻ അഭിപ്രായപ്പെട്ടു. ആരോഗ്യവും ബുദ്ധിശക്തിയും പ്രവർത്തനക്ഷമമെങ്കിൽ ഭാവനാസമ്പന്നരായ മാതൃകാ ജനപ്രതിനിധികളെ പാർലമെന്ററി രംഗത്ത് പ്രവർത്തിക്കാൻ അനുവദിക്കണമെന്നും അതിന് പരിധി വയ്ക്കരുതെന്നാണ് തന്റെ അഭിപ്രായമെന്നും കോൺഗ്രസ് നേതാവ് VM സുധീരൻ പറഞ്ഞു. യുവകലാസാഹിതി ജില്ലാ കമ്മിറ്റിയുടെ മണലിൽ G നാരായണപിള്ള പുരസ്കാരം CPI കേന്ദ്ര സെക്രട്ടേറിയറ്റ് അംഗം K പ്രകാശ് ബാബുവിന് സമ്മാനിക്കുകയായിരുന്നു അദ്ദേഹം. CPIയിൽ പാർലമെന്ററി രംഗത്തേക്കുള്ള ടേം വ്യവസ്ഥയെ ചൂണ്ടിക്കാട്ടിയാണ് VM സുധീരൻ നിർദ്ദേശം മുന്നോട്ട് വെച്ചത്. എന്നാൽ ഒരു സമയം കഴിഞ്ഞാൽ പാർലമെന്ററി രംഗത്ത് നിന്ന് പിരിയുകയും ചെയ്യണമെന്നും സുധീരൻ ഓർമ്മിപ്പിച്ചു. 25 വർഷം പാർലമെന്ററി രംഗത്ത് നിന്ന് താൻ ഇനി മത്സരിക്കാനില്ലെന്ന് പാർട്ടിക്ക് എഴുതി നൽകുകയായിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. അദ്ദേഹത്തിന്റെ ആ ദീർഘവീക്ഷണത്തോടുകൂടിയ ആ ഒരു പ്രവചനം ഞാൻ ശരിപ്പിക്കട്ടെ. ആ പ്രവചനം എത്രയോ അർത്ഥവത്തായി നമുക്ക് അനുഭവപ്പെടുന്ന കാലങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. ജവഹർലാൽ നെഹ്റു ഭരണഘടനാ തത്വങ്ങൾ പൂർണ്ണമായി വിശ്വസിച്ചുകൊണ്ട് അടിയുറച്ച നിലപാടിലൂടെ മുന്നോട്ട് പോയ ജവഹർലാൽ നെഹ്റു, പ്രതിപക്ഷത്തിന് ആദരവ് നൽകിയ ജവഹർലാൽ നെഹ്റു. നമുക്കറിയാം, ആദ്യ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് 364 സീറ്റ് ലഭിച്ചു. പ്രധാന പ്രതിപക്ഷമായ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് കിട്ടിയത് 16 സീറ്റാണ്. ഔദ്യോഗികമായ പ്രതിപക്ഷമെന്ന അംഗീകാരത്തിന് അർഹതപ്പെടുന്ന അംഗബലമില്ലെങ്കിലും മഹാനായ ജവഹർലാൽ നെഹ്റു, ജനാധിപത്യവാദിയായ ജവഹർലാൽ നെഹ്റു, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആദരണീയനായ നേതാവ്, നാം എല്ലാം വളരെ ഇഷ്ടപ്പെടുന്ന AKG എന്ന് വിളിക്കുന്ന AK ഗോപാലനെ, അദ്ദേഹത്തെ പ്രതിപക്ഷ നേതൃപദവിയിൽ ആദരിച്ചു, അംഗീകരിച്ചു മുന്നോട്ട് പോയി. നിയമനിർമ്മാണം എന്ന് പറയുമ്പോൾ അത് വിശദമായ ചർച്ചകൾ നടത്തി ജനാഭിപ്രായം പ്രതിഫലിപ്പിച്ചുകൊണ്ടുള്ള നിയമനിർമ്മാണ പ്രക്രിയ മുന്നോട്ട് പോയൊരു കാലം. പ്രതിപക്ഷത്തെ വിശ്വാസത്തിലെടുത്തുകൊണ്ട് പ്രതിപക്ഷവും ജനാധിപത്യത്തിൻ്റെ അനിവാര്യമായ ഘടകമാണ് എന്ന അടിസ്ഥാന തത്വം പൂർണ്ണമായി ഉൾക്കൊണ്ടുകൊണ്ടും അംഗീകരിച്ചുകൊണ്ടും പ്രവൃത്തിയിൽ കൊണ്ടുപോകുന്ന നടത്തിയ ആ ഒരു മഹത്തായ പാരമ്പര്യം. പ്രതിപക്ഷവും ജനാധിപത്യത്തിന്റെ അനിവാര്യമായ ഘടകമാണെന്ന് അംഗീകരിച്ച് പ്രവർത്തിച്ച നെഹ്റുവിന്റെ പാരമ്പര്യമുള്ള രാജ്യമെന്ന് അപകടകരമായ അവസ്ഥയിലെത്തി നിൽക്കുകയാണെന്ന് K പ്രകാശ് ബാബു പറഞ്ഞു. അദ്ദേഹവും അതുപോലെ തന്നെ G ഗോപിനാഥപിള്ള എന്ന ഗോപിച്ചേട്ടൻ, അവർ രണ്ടുപേരും
മറിച്ചിട്ടാലും തിരിച്ചിട്ടാലും കമ്മ്യൂണിസ്റ്റുകാരായിരുന്നു. പക്ഷേ അവരവരുടെ പ്രവർത്തന മേഖലയിൽ നിന്ന് അപ്പുറത്തോട്ട് പോകത്തില്ലായിരുന്നു എന്ന് മാത്രം. തൻ്റെ ജീവിതം മുഴുവൻ ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന് വേണ്ടി നീക്കിവെച്ച മണലിൽ ജി നാരായണപിള്ള എന്ന ആ ത്യാഗസമ്പന്നനായ പ്രവർത്തകൻ്റെ പേരിലുള്ള അവാർഡായതുകൊണ്ട് എനിക്കതിൽ വളരെയധികം സന്തോഷവും അഭിമാനവും ഉണ്ട് എന്നത് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുക. യുവ കലാസാഹിതി ജില്ലാ പ്രസിഡന്റ് ടി.കെ. വിനോദൻ അധ്യക്ഷത വഹിച്ചു. CPI ജില്ലാ സെക്രട്ടറി PS സുബാൽ, പ്രൊഫസർ S. അജയൻ, P. ഉഷാകുമാരി, രാജു കൃഷ്ണൻ, പ്രഭാകുമാരി എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കൊല്ലം. പ്രധാന വാർത്തകൾ വീണ്ടും. അഭയകേന്ദ്രത്തിലെ അന്തേവാസികളായ വയോധികരെ പീഡിപ്പിച്ചു. സംഭവത്തിൽ നടത്തിപ്പുകാരൻ പിടിയിൽ. തെന്മല പുനർജനി അഭയകേന്ദ്രത്തിലാണ് സംഭവം. അന്തേവാസികളെ പീഡിപ്പിച്ച അഭയകേന്ദ്രത്തിൽ സംഘർഷം. നടത്തിപ്പുകാരന്റെ ബന്ധുക്കളും നാട്ടുകാരുമായാണ് സംഘർഷം. അഭയകേന്ദ്രത്തിൽ എൽഡർലി കമ്മീഷൻ ചെയർമാന്റെ സന്ദർശനം. വയോജന കേന്ദ്രത്തിലെ പീഡനം ഗൗരവകരമാണെന്ന് മന്ത്രി ബിന്ദു കൃഷ്ണ. കുറ്റക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കും. ആരോഗ്യ വകുപ്പിന്റെ അനാസ്ഥയിൽ കൈമുറിച്ചു മാറ്റേണ്ടി വന്ന പാലക്കാട് സ്വദേശിനി വിനോദിനിക്ക് ധനസഹായം മുടങ്ങിയത് കുടിശ്ശിക ഉൾപ്പെടെ നൽകുമെന്നും മന്ത്രി ബിന്ദു കൃഷ്ണ. ചിതറയിൽ 24-കാരിയെ പീഡിപ്പിക്കാൻ ശ്രമം. സംഭവത്തിൽ ഓട്ടോറിക്ഷ ഡ്രൈവർ അറസ്റ്റിൽ. ചിതറ ചല്ലിമുക്ക് വട്ടക്കരിക്കം സ്വദേശി നിസാറുദ്ദീനാണ് അറസ്റ്റിലായത്. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.